ണ്ട് അഗ്രസീവായിട്ടുള്ള ഡോഗ്സിനൊക്കെ നമ്മളിപ്പം ഫുൾ ടൈം നമ്മളാണ് വയ്ക്കുക, നമ്മൾ തന്നെയാണ് ഫുൾ ഫീഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ബിഹേവിയറിങ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഇവൻ കുറച്ച് അഗ്രഷനൊക്കെ കാണിക്കുമെങ്കിലും ഹ്യൂമൻസായിട്ട് പുറത്ത് അത്രയ്ക്ക് വലിയ അഗ്രഷനൊന്നുള്ള ഡോഗല്ല. വീട്ടിൽ ചെറിയ ചെറിയ ബിഹേവിയറിങ് പ്രോബ്ലംസുകളുണ്ട്. ഹമ്പ് ചെയ്യുമ്പോൾ അവനെ പിടിച്ച് മാറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രൗൾ ചെയ്ത് കടിക്കുക കഴിയില്ല. പ്രത്യേകമായിട്ടൊരു പർട്ടിക്കുലർ ടോയൊക്കെ ഇവൻ്റെ ഫേവറേറ്റായി ചോദിക്കുക, അതെടുക്കാൻ പോകുമ്പോൾ ഗ്രൗൾ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ബിഹേവിയറിങ് ഉണ്ട്. എന്നിരുന്നാലും ഒരു നല്ല ഒരു ലൈനേജ് ഡോഗാണ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള ഡോഗാണ്. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് തന്നെ അവനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് നമുക്ക് ഓണേഴ്സിനും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ നല്ല രീതിയിൽ ഇവൻ്റെ ബിഹേവിയറിങ്ങിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് ഫസ്റ്റ് തന്നെ ഹാൻഡലറായിട്ട് ഹസ്ബൻഡ് പഠിച്ചു. അത് കഴിഞ്ഞ് വൈഫിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൈഫിനത് വീട്ടിലുള്ള പിന്നെ ഇവർ രണ്ടാളും ഓഫീസിൽ പോവുകയാണെങ്കിൽ തന്നെ ആളുടെ അച്ഛനോ അമ്മയ്ക്കോ അവരൊക്കെ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ലീഷ് ഇട്ടിട്ട് അവന് പുറത്തോട്ട് യൂറിൻ കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല അവർ. അപ്പോൾ അവർക്കും കൂടിയിട്ടും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആരാണ് ഫ്രീ ഉള്ളതെന്ന് വെച്ചാൽ ആർക്കാണെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ആ ഓട്ടോക്കാരൻ ഡിസ്ട്രാക്ഷൻ ചെയ്തപ്പോൾ അവൻ്റെ ആ ഒരു ഇത് കണ്ട ബിഹേവിയറിങ് കണ്ട, അപ്പോഴൊക്കെ നമ്മളാണ് അവിടെ ഹാൻഡേഴ്സാണ് അവരെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിരുന്നത്. നമ്മളും കൂടി ആ സമയത്ത് പേടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. അത് ഡോഗിനെ നല്ലപോലെ ഡീമോട്ടിവേഷൻ ചെയ്യും. അപ്പോൾ ഇത് പുതിയൊരു പർപ്പസിൽ ഇത്രയധികം റഷായിട്ടുള്ള വണ്ടിയിലെ ഹോണുകൾ, വേറെയുള്ള വണ്ടികൾ, ഇവന് വണ്ടികൾ ഭയങ്കര പേടി, പെട്ടെന്ന് തന്നെ ഇടിക്കാൻ വരും. അപ്പോൾ അഗ്രസീവായിട്ടുള്ള ഡോഗുകളല്ലെങ്കിലും ഇങ്ങനെ ഓഫ് ലീഷ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോഗ് ഓടെ ഒരു ഡിസ്ട്രാക്ഷൻ വന്ന് വേറെയുള്ള ആൾക്കാർ മറിഞ്ഞു വീഴാനും ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. ഡോഗിനാണെങ്കിലും വേറെയുള്ള ആൾക്കാർക്കാണെങ്കിലും അതൊക്കെ നമ്മൾ കെയർഫുള്ളി നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ എപ്പോഴും ഡോഗ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മളും ലെഫ്റ്റിലോട്ട് പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാക്കിങ് നിർത്താണ്ടിരിക്കുക. അത് നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് തന്നെ പോകും. ഒരിക്കലും ഡോഗ് വിളിക്കുന്ന വഴിയിലോട്ട് പോകരുത്. ഇപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഡ് മൂവ്മെൻറ്റാണ് ഇവിടെ നല്ലത്. അതാണ് അതിനൊന്നും കൂടി നല്ലത്. സ്പീഡ്, സ്ലോ അങ്ങനെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ അവനെ നമ്മളൊന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവനൊന്ന് യൂറിൻ പാസ് ചെയ്യാനൊക്കെ വിട്ട് രണ്ടാമതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വാക്കിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് വേറെ ഇപ്പുറത്തെ സൈഡ് കൂടിയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളില്ലെങ്കിലും ഒറ്റയ്ക്ക് വൈഫിന് കൊണ്ടുപോകാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എവരി വൺ ഓരോരുത്തരെയും മുഖത്തോട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ